ഹായ്. ഹലോ ഓൾ. ഓക്കെ. ഒരു വലിയ ബ്രേക്കായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. സിസ്റ്റം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാം, ഫ്ലട്ടറിന്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഞാൻ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ലാപ്ടോപ്പ് പണിയായിരുന്നത്. പിന്നെ ലാപ്ടോപ്പൊക്കെ ഒന്ന് റിന്യൂ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ട്യൂട്ടോറിയൽസും എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആപ്ലിക്കേഷൻസ് ആണെങ്കിലും പേഴ്സണൽ വർക്ക്സ് കേട്ടോ, അതെല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, ഹോൾഡ് ചെയ്യേണ്ടി വന്നു. ടൈമൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് റീഅറേഞ്ച് ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ പല കാര്യങ്ങളുള്ളതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും പിന്നെ ഇല്ലാണ്ടിരുന്നത്. അപ്പം എന്തായാലും അപ്പോൾ പുതിയൊരു സിസ്റ്റം എടുത്തു. ആ പുതിയ സിസ്റ്റം എടുത്തതിന്റെ ഭാഗമായിട്ട് തന്നെ പുതിയതായിട്ട് നമുക്ക് ഫ്ലിട്ടറിന്റെ തന്നെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ പുതിയ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇത് ഫ്ലട്ടറും ആൻഡ്രോയിഡ് സ്റ്റുഡിയോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്ക് അതിന്റെ ഇൻസ്റ്റാളേഷൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോ ഇന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ലൈവായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇരിക്കുന്നത്. ഫ്ലട്ടർ ഇൻസ്റ്റാളേഷൻ ഒക്കെ ഓൾറെഡി എല്ലാവർക്കും നൂറുകണക്കിന് വീഡിയോസ് ഉണ്ടാവും. അപ്പം പുതുമയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാൻ എന്തായാലും ആദ്യമായിട്ട് ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന മെഷീൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണല്ലോ. അപ്പൊ കൂട്ടത്തിൽ സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഫ്രം ദ സ്ക്രാച്ച്. എനിക്കും ഒന്നും അറിയാത്ത പോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതായത് ഫ്ലട്ടറിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള ഇതിലൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ദ ബേസിക്സ് നമുക്ക് ഗൂഗിളിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, ഫ്ലട്ടറിന്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് വന്നു. എൻ്റെ മെഷീൻ ഇപ്പോൾ വിൻഡോസ് ആണ്. ദെൻ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആപ്പ് ആൻഡ്രോയിഡ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സിസ്റ്റം ഗിറ്റ് വേണം. ഗിറ്റ് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തെന്ന് തോന്നാട്ടോ. ഗിറ്റ് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വേറെ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഭാഗമായിട്ട് ഗിറ്റ് ഞാൻ ചെയ്തിരുന്നു. ഗിറ്റ് ഇവിടെ ഉണ്ട്. ഇനി ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വേണം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മുടെ കയ്യിലില്ല. അതപ്പോൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഫ്ലട്ടർ യൂഷ്വലി നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് ഇൻസ്റ്റാൾ അല്ല, ഫ്ലട്ടർ ഡെവലപ്മെന്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് മെയിൻ ആയിട്ട് കേട്ടോ. വേറെയും പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ചിലവർ VS കോഡ് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് അത് കോഡ് എഡിറ്റിങ്ങിനൊക്കെ ഐഡിയ ആയിട്ട് VS കോഡ് യൂസ് ചെയ്യും. പക്ഷെ ചിലർ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ യൂസ് ചെയ്യും. ഇപ്പൊ എന്തായാലും രണ്ട് അപ്രോച്ച് ആയാലും ഈക്വലി ലൈക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സും കമ്പാരിസൺസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും രണ്ടും ബേസിക് ലെവൽ നോക്കി കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെച്ച് തന്നെ പോവാം. അപ്പോൾ വേറെ VS കോഡ് എന്നുള്ള ഐഡിയുടെ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരില്ല. നേരിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തന്നെ നമുക്ക് ഫിൽറ്റർ ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോകളും കുറച്ചുകൂടെ സുഖം അല്ലെങ്കിൽ ഫാസ്റ്റർ ഡെവലപ്മെന്റ് നടക്കുന്നത് VS കോഡിലാണ്. അതുകൊണ്ട് ഫ്ലട്ടർ ആപ്ലിക്കേഷൻസിന് എന്റെ പേഴ്സണൽ പ്രിഫറൻസ് VS കോഡാണ്. നമുക്ക് എന്തായാലും രണ്ടും നോക്കാം. ആദ്യം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ചെയ്യാം, അതിനുശേഷം നമുക്ക് VS കോഡിലേക്ക് VS കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് എങ്ങനെയാണ് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോ ഡൗൺലോഡ് ദ ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാൻ പോവാം. ദെൻ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ വെർഷൻ തെറ്റാണ്. അപ്പൊ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കാം. ചെയ്യാൻ സമയം എടുത്തായിരിക്കും. .2 GB ഉണ്ട്. അത് ഡൗൺലോഡ് ആവുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ വേഗം ഒന്ന് നോക്കാം. അപ്പൊ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബേസിക് SDK, ആൻഡ്രോയിഡ് SDK എന്നുള്ള കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തിൽ വരും. പക്ഷേ SDK മാനേജറിൽ പോയിട്ട് ഒന്നും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യേണ്ടി വരും. SDK എന്ന് പറയുന്നത് ഇപ്പൊ ആൻഡ്രോയിഡ് നമുക്ക് ഫ്ലട്ടർ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഫ്ലട്ടറിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഒക്കെ ബിൽഡ് ചെയ്യേണ്ടി വരുമല്ലോ, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ഒക്കെയാണ് SDKയുടെ അകത്ത് വരുന്നത്. ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് എന്നാണ് അതിന്റെ ഫുൾ നെയിം വരുന്നത്. അപ്പൊ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂൾസ് ആൻഡ് കുറച്ച്
സപ്പോർട്ടിംഗ് കമാൻഡ്സ്, സപ്പോർട്ടിംഗ് ആപ്ലിക്കേഷൻസ് എല്ലാമാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ അകത്ത് വരുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു വിർച്വൽ ഡിവൈസ് മാനേജർ വരും, ദെൻ ഡിവൈസ് മാനേജർ. അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പോൾ റിയൽ ഡിവൈസ് കണക്ട് ചെയ്യാതെ സിമുലേറ്റർ പോലെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെ വരുന്നത് ADB ബ്രിഡ്ജ് ഒക്കെ വരും. നമുക്ക് USB പോർട്ട് വഴി കണക്ട് ചെയ്തിട്ട് കമാൻഡ് ഒക്കെ ടൈപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അതാണ് ഇന്റേണലി നമ്മൾ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എക്സിക്യൂട്ട് ആവുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ VS കോഡിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലോ ഒക്കെ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമല്ലോ, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇന്റേണലി നടക്കുന്നത് നമ്മളുടെ കോഡിനെ അതിനെ കൺവേർട്ട് ആക്കും APK മോഡിലേക്ക്, അല്ലെങ്കിൽ ഇപ്പൊ AAB എന്നൊക്കെ പറഞ്ഞ ഫോർമാറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു APK ആണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. APK ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഈ USB പോർട്ട് വഴിയോ, അതല്ലെങ്കിൽ വൈഫൈ ഡിബഗിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വൈഫൈ വഴിയോ, അതല്ലെങ്കിൽ സിമുലേറ്റർ ആണെങ്കിൽ സിമുലേറ്ററിലേക്കോ ആ APK ഇൻസ്റ്റാൾ ആവുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷമാണ് അത് ഓപ്പൺ ആയി വരുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഫോണിൽ റൺ ആയി വരുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഈ പറഞ്ഞ ADB ബ്രിഡ്ജ് വഴി കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് അത് റൺ ആയി വരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ കമാൻഡ്സ്. പിന്നെ ലോക്യാറ്റ്, ചിലപ്പോൾ ലോക്യാറ്റ് നിങ്ങൾ ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അതായത് ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോഗോ ഒക്കെ പ്രിന്റ് ചെയ്യുമല്ലോ. അപ്പൊ ഈ ലോഗോ ഒക്കെ പ്രിന്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ലോക്യാറ്റ്. അപ്പൊ ഇതുപോലെ പല പല ചെറിയ ടൂൾസ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ആൻഡ്രോയിഡ് SDK എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വൺസ് ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ അത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഈ SDK മാനേജറിലൊക്കെ പോയി കുറച്ചും നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാം. അപ്പൊ നമുക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാം. അപ്പൊ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ വേണ്ടത്. അപ്പൊ നമ്മളത് ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാൻ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അടുത്തത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് ഫ്ലട്ടറിന്റെ SDK ആണ്. The developers of preceding software provide support for those products to troubleshoot installation issues, consult the product documentation. ഇവർ പറയുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വല്ല ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോന്റെ സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്തോളൂ, ഇവിടെ പ്രത്യേകിച്ച് നോക്കണ്ട എന്നുള്ളതാണ് പറയുന്നത്. കാരണം രണ്ട് ആപ്ലിക്കേഷൻ ആണല്ലോ, അതാണ്. ഓക്കെ, അപ്പോ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇതുപോലെ നമ്മളിപ്പോ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ചെയ്യുന്നത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ. സെയിം അപ്രോച്ച് തന്നെയാണ് iOS വേണ്ടിയിട്ട്. അതായത് iOS ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ എന്ത് വേണം, അത് ബിൽഡ് ചെയ്യാനായിട്ട് എക്സ്കോഡ് എന്നുള്ളൊരു ഐഡിയ ആണ് വേണ്ടത്. എക്സ്കോഡ് ഫ്രെയിംവർക്ക്, എക്സ്കോഡിന്റെ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ എക്സ്കോഡ് വേണമെന്നുണ്ടെങ്കിൽ യൂഷ്വലി മാക്കിനകത്തായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് നമ്മൾ വിൻഡോസ് മെഷീനിലാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് ആൻഡ്രോയിഡിലേക്ക് ബിൽഡ് ചെയ്യാനും അതിന്റെ നേരത്തെ പറഞ്ഞ കുറച്ച് ടൂൾസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നേരെ മറിച്ച് നമുക്ക് ഐഫോൺ ആപ്ലിക്കേഷൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്കോഡ് ഇതുപോലെ സെറ്റ് ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ, അപ്പൊ ഇത് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലട്ടറിനകത്ത് എഴുതിയ കോഡ് അതിനകത്ത് ബിൽഡ് ആവാനായിട്ട്. ഇനി ഫ്ലട്ടറിനകത്ത് കോഡ് എഴുതണമല്ലോ, കോഡ് എഴുതാനായിട്ട് ഒരു സ്ഥലം വേണമല്ലോ. ആ സ്ഥലത്തിനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത് ടെക്സ്റ്റ് എഡിറ്റർ ഓർ IDE, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവിറോൺമെന്റ് എന്നാണ് IDE എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഡെവലപ്മെന്റ് എൻവിറോൺമെന്റ് ആണ്, കോഡ് എഴുതാൻ പറ്റും. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് റൺ കമാൻഡ്, ഡീബഗ് കമാൻഡ്, അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ ടൂൾസും അതിന്റെ ചുറ്റുവട്ടത്തായിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഒറ്റ ഫ്രെയിംവർക്കിനാലും ഒറ്റ സാധനത്തിനാണ് IDE എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉണ്ട്, അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉണ്ട്, ഇന്റലിജ് IDE ഉണ്ട്. ഇന്റലിജ് IDEയും ആൻഡ്രോയിഡ് സ്റ്റുഡിയോയും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നത് ഇന്റർണലി ഇന്റലിജ് IDE തന്നെയാണ്. VS കോഡ് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ആയി വരും, ഡൗൺലോഡ് ആയി വരുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ആ വഴിക്ക് നോക്കാം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡും കൂടെ നമുക്ക് നോക്കാം, അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. VS കോഡും കൂടെ നോക്കാം. ഇപ്പൊ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, ഇതിന്റെ സൈറ്റിൽ നിന്ന് പോയി നോക്കാം. ഡൗൺലോഡ് ദ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാളർ ഫോർ വിൻഡോസ്. അത് ഡൗൺലോഡ് ചെയ്യാനിടാം. ഇത് ഡൗൺലോഡ് ചെയ്യാനിട്ടിട്ടുണ്ട്. വൺസ് ഇറ്റ് ഇസ് ഡൗൺലോഡഡ് റൺ ദ ഇൻസ്റ്റാളർ. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഇൻസ്റ്റാളർ .exe ഫയൽ ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
അത് ഡൗൺലോഡ് ചെയ്യാൻ വന്നോളും. പിന്നെ വേറെ അപ്രോച്ചുകളുണ്ട്. നമുക്ക് സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അതൊരു അപ്രോച്ചാണ്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ടുള്ള അപ്രോച്ച് നമുക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു 3-4 പേര് കൂടിയൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ EXEക്കാളും ബെറ്റർ അപ്രോച്ച് ചിലപ്പോൾ സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് എല്ലാവരുടെ മെഷീനിൽ ഒരു പെൻഡ്രൈവ് കൂടെ കോപ്പി ചെയ്തിട്ടിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കും. അപ്പം അങ്ങനെ മീൻസ് നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ട് തോന്നുന്ന വഴി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് യൂസർ സെറ്റപ്പ് വേഴ്സസ് സിസ്റ്റം സെറ്റപ്പ്. ഓക്കെ, ഇന്നത്തെ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ദെൻ ഗിറ്റ് നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നോട്ട് ജെഎസ് ബാക്ക് ആൻഡ് സെർവറും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ദെൻ ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫ്ലട്ടർ ആണല്ലോ. അത് യൂസ് ചെയ്യുന്നത് ഡാർട്ട് എന്നുള്ള ലാംഗ്വേജ് ആണല്ലോ. ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫ്ലട്ടർ ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് VS കോഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കോഡ് എഡിറ്റർ ആണ്. നമുക്ക് VS കോഡിനെ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പാകത്തിന് കൺവേർട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പ്ലഗിൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ഫ്ലട്ടറിന്റെയും ഡാർട്ടിന്റെയും പ്ലഗിൻസ് VS കോഡിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴാണ് VS കോഡിന് ഡാർട്ട് കോഡൊക്കെ മനസ്സിലായി ഫ്ലട്ടർ ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലേക്ക് ആവുള്ളൂ. അപ്പൊ ആ സ്റ്റെപ്പാണ് ഇവിടെ തേർഡായിട്ട് പറഞ്ഞിരിക്കുന്നത്. എക്സ്റ്റൻഷൻ ഫ്രം മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് നമ്മൾ ഫ്ലട്ടറിനും ഡാർട്ടിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വരണം. ഓക്കെ, ദെൻ വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ പോയി നോക്കാം. നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത സാധനം ഇവിടെ വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാളർ പയ്യെ ഇവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. യെസ് ഓർ നോ ഡയലോഗ് ചോദിച്ചു. ഞാൻ യെസ് ക്ലിക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇത് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? നമുക്ക് ഒരു കൂട്ടത്തിൽ വിർച്വൽ ഡിവൈസ് വേണോ വേണ്ടയോ? ഇപ്പൊ നിങ്ങളുടെ ഒരു ഫിസിക്കൽ ഡിവൈസ് ഉണ്ട്, അല്ലെങ്കിൽ സിസ്റ്റത്തിന് പെർഫോമൻസ് കുറച്ച് കുറവാണ്, വിർച്വൽ ഡിവൈസ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ മീൻസ് റൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സിസ്റ്റത്തിന് കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അൺചെക്ക് ചെയ്യാം. അത് വിർച്വൽ ഡിവൈസിന്റെ ആവശ്യമില്ല. പക്ഷെ അപ്പോൾ ഫിസിക്കൽ ഡിവൈസ് വേണം, എന്നിട്ട് ADB വഴി കണക്ട് ചെയ്തിട്ട് വേണം റൺ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ തേർഡ് പാർട്ടി വിർച്വൽ ഡിവൈസ് ആപ്ലിക്കേഷൻസ് വേറെ എടുക്കേണ്ടി വരും. ഇപ്പോൾ ജെനി മോഷൻ പോലെ അങ്ങനത്തെ പല പല ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒരു സിമുലേറ്റർ, ഒരു ആൻഡ്രോയിഡ് ഡിവൈസിന് സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് വിർച്വൽ ഡിവൈസുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതല്ല സിസ്റ്റത്തിന് അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോന്റെ കൂടെ വരുന്ന വിർച്വൽ ഡിവൈസ് തന്നെ ഒരു കൂട്ടത്തിലിടാം. ഞാനിവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോട്ടലി 3.9 GB ആണ് ഇതിന്റെ ഒരു സ്പേസ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സ്പേസ് നമുക്ക് എവിടെ കൊടുക്കാം? ഞാനിപ്പോ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. പ്രോഗ്രാം ഫയൽസിൽ ആൻഡ്രോയിഡ് എന്നുള്ള ഫോൾഡറിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡിഫാൾട്ട് വരുന്ന ഫോൾഡറിൽ തന്നെയാണ് ഞാൻ കൊണ്ടുവന്ന് ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഇപ്പോൾ C ഡ്രൈവിൽ സ്ഥലമല്ല വേറെ ഡ്രൈവിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മാറ്റിയിടാം. അത് കോൺഫിഗർ ചെയ്യുന്ന ഒരു ഏരിയ ആണത്. ദെൻ വേറെ ഒന്നുമില്ല. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റലേഷൻ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻഡ്രോയിഡിന്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്നുള്ളൊരു ചെക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെ ഫിനിഷ് ചെയ്യാണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ആയി വരും. യൂസർ സ്റ്റാറ്റസ് ഒക്കെ സെൻഡ് ചെയ്തോട്ടെ. ഗൂഗിൾ അതെല്ലാം എടുത്തിട്ട് ഇമ്പ്രൂവ് ആവട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സ്റ്റാൻഡേർഡ് കസ്റ്റം വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. കസ്റ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് വരും, എന്തൊക്കെ വേണം, എന്തൊക്കെ പിക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ. ഇപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല, നേരെ ബേസിക് സാധനങ്ങൾ വെച്ചിട്ട് പോകും. ഓക്കെ, ദെൻ കസ്റ്റം പോവാം. കസ്റ്റം പോയിട്ട് SDK ബൈ ഡിഫോൾട്ട് ഇൻസ്റ്റാൾ ആവും. ദെൻ പ്ലാറ്റ്ഫോം ആൻഡ്രോയിഡ് വെർഷൻ നമുക്ക് ഈ ഒരു സാധനം 15ാമത്തെ വെർഷൻ ഡൗൺലോഡ് ആവും. നിങ്ങൾക്ക് വേറെ സ്പെസിഫിക് വെർഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ശേഷം അകത്ത് കയറിയിട്ട് മാറ്റേണ്ടി വരും. ഓക്കെ, ദെൻ പെർഫോമൻസ് ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസും ഞാൻ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സാധനങ്ങളൊക്കെ SDK ഒക്കെ എവിടെ കൊണ്ടുവന്ന് തരണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതും നമുക്ക് യൂസർ ഫോൾഡറിനകത്ത് കൊണ്ടുവന്നിടാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള വേറെ ഫോൾഡർ വേണമെങ്കിൽ വേറെ ഫോൾഡർ കൊണ്ടുവന്നിടാം. ഇവിടെ സൃഷ്ടിക്കുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഞാൻ അതിനകത്താണ് വരാൻ പോകുന്നത്. നെക്സ്റ്റ് അടിച്ചു. എന്തൊക്കെയാണ് വരാൻ പോകുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. 2.24 GB വേണം.
ഇത് ഡൗൺലോഡ് ആവട്ടെ. ദെൻ എല്ലാ ലൈസൻസുകളും അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. അഗൈൻ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിംഗ് വിർച്വൽ ഡിവൈസ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് ആകാൻ പോയിട്ടുണ്ട്. അത് അത്യാവശ്യം സമയം എടുക്കും. ഡൗൺലോഡ് ആയി വരട്ടെ. നമ്മുടെ PS കോഡ് നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ട് അതും എടുക്കണം. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ ഹൈപ്പർ ഡ്രൈവർ ഇൻസ്റ്റലേഷൻ ഫെയിൽ ആയിട്ടുണ്ട്. അത് വേറെ നല്ല നമ്മുടെ ആൻഡ്രോയിഡ് സിമുലേറ്ററിന്റെ പേര് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. അതായത് ഡിവൈസ് സിമുലേറ്ററിന്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് റിലേറ്റഡ് ഉള്ള സാധനമാണ്. അത് റീഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ റീഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ആവശ്യമില്ല, നമുക്ക് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫിനിഷ് ചെയ്യാണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ഇൻസ്റ്റലേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോന്റെ ഒരു ബേസിക് ഓപ്പണിംഗ് പേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രൊജക്ട് കസ്റ്റമൈസ് പ്ലഗിൻ ലേൺ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ന്യൂ പ്രൊജക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക് ഇൻസ്റ്റലേഷൻ സെറ്റപ്പ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു SDK മാനേജർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ട് ഞാനത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതിനുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റിംഗ്സ് വീലിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട്. ദെൻ ക്ലിക്ക് സെറ്റിംഗ്സിനകത്ത് എടുക്കുന്ന സമയത്ത് ഇവിടെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പിയറൻസ് മെനു, ബേസിക് IDയുടെ സെറ്റിംഗ്സ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ലാംഗ്വേജ് ആൻഡ് ഫ്രെയിംവർക്ക്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ ലാംഗ്വേജുകളും ഫ്രെയിംവർക്കുകളും ഒക്കെ ഉണ്ടാവുക. അപ്പൊ അതിനകത്ത് ആൻഡ്രോയിഡ് SDK ഇവിടെ. അപ്പൊ നമ്മുടെ SDK ഡൗൺലോഡ് ആയി കിടക്കുന്ന ലൊക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് SDKക്ക് പറഞ്ഞു കൊടുത്ത സ്ഥലം ഡി ഡ്രൈവിൽ ഡേവ് റൂമിനകത്ത് ആൻഡ്രോയിഡ് SDK ഈ ഒരു ഫോൾഡറിലാണ് ഇപ്പൊ ആൻഡ്രോയിഡിന്റെ SDK ഫയൽസ് എല്ലാം എടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ADB, ലോക്യാറ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇവിടെ ആയിരിക്കും. അതൊന്ന് ക്ലിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഡി ഡ്രൈവിനകത്ത്, ഡേവ് റൂമിനകത്ത്, ആൻഡ്രോയിഡ് SDKയുടെ അകത്ത് ഇതൊക്കെയാണ് ഫോൾഡേഴ്സ്. ഓക്കെ, ഇതിനകത്ത് ബിൽഡ് ടൂൾസ്, ആൻഡ്രോയിഡിന്റെ ഓരോ വെർഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിൽഡ് ടൂൾസ് ആണത്. പ്ലാറ്റ്ഫോം ടൂൾസ്, ഇവിടെയാണ് ADB എന്നുള്ള കമാൻഡ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോ എല്ലാം ഇവിടെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അത്രയ്ക്കാണ് അതിനകത്തുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം SDK പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പൊ നമ്മൾ ഡൗൺലോഡ് ചെയ്ത സമയത്ത് നമ്മൾ തുടക്കം കണ്ടില്ല 35 API ലെവൽ 35, അതായത് വാനില ഐസ്ക്രീം എന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു എന്താ പറയുക വെർഷൻ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. 16.0 നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് വെർഷനിലേക്ക് വേണ്ടിയുള്ള SDK വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് അത് ചെക്ക് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഉള്ള ഒരു പർപ്പസ് ആയതുകൊണ്ട് നമ്മൾ പുതിയ SDK പ്ലാറ്റ്ഫോംസ് ഒന്നും ഡൗൺലോഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് പ്ലാറ്റ്ഫോമിനകത്ത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാത് പ്ലാറ്റ്ഫോമിന്റെ, അതായത് API ലെവലിലുള്ള വെർഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോഡിംഗ് രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുമ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് ഇത് നിൽക്കട്ടെ. ഓക്കെ, ഇത് SDK അപ്ഡേറ്റ് സൈറ്റ്സ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ചെയ്യേണ്ട വരില്ല യൂഷ്വൽ കേസിനകത്ത്, കാരണം എല്ലാം ഗൂഗിളിന്റെ സൈറ്റുകളാണ് നമ്മൾ SDK അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ചെക്ക് ചെയ്യുന്ന സൈറ്റുകൾ. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ഇതിനകത്ത് ചേഞ്ച് ഒന്നും ചെയ്യേണ്ട വരാറില്ല സാധാരണഗതിയിൽ. ദെൻ ഇവിടെയാണ് SDK ടൂൾസ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇത് ശരിക്കും നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത്, അതായത് ഉദാഹരണത്തിന് ഇവിടെ കുറേ ടൂൾസ് ഉണ്ട്. ഇപ്പോൾ USB ഡ്രൈവർ, വെബ് ഡ്രൈവർ, ഗൂഗിൾ റെപ്പോസിറ്ററീസ്, പ്ലേ സർവീസസ്, ഇങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഭാഗമായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് ഇവിടെ വന്നിട്ട് അത് ചെക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പർട്ടിക്കുലർ ടൂൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ NDK ഡെവലപ്മെന്റ്, അതായത് നേറ്റീവ് ഡെവലപ്മെന്റ് കിറ്റ്, C++നകത്തൊക്കെ ആൻഡ്രോയിഡിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ ഒരു റിക്വയർമെന്റ് ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇവിടെ
NDK എന്നുള്ള സാധനം ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ദെൻ കമാൻഡ് ലൈൻ ടൂൾസ് മിക്കപ്പോഴും ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അത് ഫയർബേസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, ഫയർബേസിന്റെ ട്യൂട്ടോറിയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് നോക്കാം. അപ്പോൾ അവർ പറയും SDK കമാൻഡ് ലൈൻ ടൂൾസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അതുപോലെ CMake, ആൻഡ്രോയിഡ് ഓട്ടോ റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾക്കൊരു റിക്വയർമെന്റ് വരുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനീഷ്യലി നമുക്ക് എല്ലാം ഡൗൺലോഡ് ചെയ്യേണ്ട വെക്കണമെന്ന് ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തൊന്നും മോഡിഫൈ ചെയ്യാനില്ല. ഓക്കെ, ഗൂഗിൾ പ്ലേ APK എക്സ്പാൻഷൻ ലൈബ്രറി, ഇതും അഗൈൻ ആരാവശ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ APK മൾട്ടിപ്പിൾ APKs വെച്ചിട്ട് APK എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അഗൈൻ അതൊരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയൊന്നല്ല. അപ്പോൾ അത് അങ്ങനത്തെ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതാത് SDK ടൂൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ബൈ ഡിഫോൾട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, അത് വെച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഓക്കെ അടിക്കാം. ഓക്കെ അടിച്ചാൽ ഇവിടേക്ക് വന്നു. ദെൻ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്, ഇപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് വല്ല എറർ വരും അങ്ങനത്തെ നമ്മളിപ്പോൾ നോക്കുന്നില്ല കേട്ടോ. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അങ്ങോട്ട് ചെയ്ത് പോകണം, ഡൗൺലോഡ് ചെയ്ത് പോവാണ്. എന്നിട്ട് പ്രൊജക്ട് റൺ ചെയ്യുന്ന സമയത്ത് എറർ വന്നു കഴിഞ്ഞാൽ ആ എറർ നമുക്ക് ഫേസ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി ദെൻ നമുക്ക് അടുത്തുള്ളത്, നമ്മൾ ഡൗൺലോഡ്സിനകത്ത് VS കോഡ് ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിരുന്നു അല്ലേ. VS കോഡ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിവിടെ നോക്കിയിരുന്നു. നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ അല്ലെങ്കിൽ ID ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോക്കാളും നല്ലത് VS കോഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ VS കോഡ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിരുന്നു. അത് ഇവിടെ വന്നിട്ടുണ്ട്, ഡൗൺലോഡ് ആയി വന്നിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു. ദെൻ ആപ്ലിക്കേഷൻ ഫോൾഡറിൽ തന്നെ പോയി അത് ഇൻസ്റ്റാൾ ആയിക്കോട്ടെ. ഡെസ്ക്ടോപ്പ് ഐക്കൺ വേണോ, ഓപ്പൺ വിത്ത് കോഡ് വേണോ, ഓക്കെ ഇതൊന്നും വേണ്ട. പാത്തിലേക്ക് അത് രജിസ്റ്റർ ചെയ്യണത് നല്ലതായിരിക്കും. നമുക്ക് VS കോഡ് കമാൻഡ് പ്രോംപ്റ്റ് വഴിയൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പാത്തിലേക്ക് ആഡ് ചെയ്യണത് നല്ലതായിരിക്കും. അപ്പോൾ പാത്തോടെ കിടന്നോട്ടെ. ഡെസ്ക്ടോപ്പ് ഐക്കൺ ആഡ് ചെയ്തേക്കാം. ദെൻ നെക്സ്റ്റ് ഇൻസ്റ്റാൾ. ഇപ്പോൾ VS കോഡിന്റെ ഇൻസ്റ്റലേഷൻ നടക്കുകയാണ്. VS കോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡെവലപ്മെന്റിനൊക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. നമുക്ക് ഫ്ലട്ടർ മാത്രമല്ല, പല പല ലാംഗ്വേജ് അതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫിനിഷ് ചെയ്തു. ഇപ്പൊ വരാൻ പോകുന്ന VS കോഡ്, അതായത് ഇപ്പൊ ഓപ്പൺ ആയി വരുന്ന VS കോഡിനകത്ത് ഇതിന് ഫ്ലട്ടർ എന്താണെന്ന് അറിയില്ല. ഓക്കെ, കാരണം ഇതൊരു ബേസിക് കോഡ് എഡിറ്റർ ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെക്ക് പോയിന്റ്സ് പോലെ ചെക്ക് ലിസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. കോപ്പൈലറ്റ് സെറ്റ് ചെയ്യണോ എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുന്നില്ല. ദെൻ തീം ഏതാ വേണ്ടേ, ഈ ഡാർക്ക് മോഡൽ തീമാണ് എനിക്ക് ഇഷ്ടം, അതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്തു. നിങ്ങൾക്ക് വൈറ്റ് തീം ആണെങ്കിൽ അത് പ്രിഫർ ചെയ്യാം. ഓക്കെ, ദെൻ അത് സെറ്റ് ചെയ്തു. ഡാർക്ക് മോഡ് ഇവിടെയാണ് റിച്ച് സപ്പോർട്ട് ഫോർ ഓൾ യുവർ ലാംഗ്വേജസ്. VS കോഡ് ഞാൻ നേരത്തെ പറഞ്ഞൊരു IDE ആണ്, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവിറോൺമെന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജിനകത്ത് സപ്പോർട്ട് വേണം അതാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ JS ഉണ്ട്, പൈത്തൺ, ജാവ, MD, മാർക്ക് ഡൗൺ, ടൈപ്പ് സ്ക്രിപ്റ്റ്, C++, JSON, PowerShell, HTML, C#, PHP, YAML, ഇങ്ങനെ പല ലാംഗ്വേജിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് VS കോഡ് ചെയ്യാൻ പറ്റും. അപ്പോ നമുക്ക് വേണ്ടത്, നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ്, ഫ്ലട്ടർ ആണ്. ഫ്ലട്ടർ ഇവിടെ ഉണ്ടോ? ഫ്ലട്ടർ ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ ബ്രൗസ് ലാംഗ്വേജ് എക്സ്റ്റൻഷൻ എന്നുള്ളൊരു സാധനം ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഇവരുടെ ലാംഗ്വേജുകളെല്ലാം വരുന്ന മാർക്കറ്റ് പ്ലേസ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന എല്ലാ ലാംഗ്വേജുകളും ഇവിടെ ഉണ്ടാവും. അപ്പോൾ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡാർട്ട് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഡാർട്ട് നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഫ്ലട്ടർ അടിച്ചു നോക്കാം. ഓക്കെ, സെർച്ച് ചെയ്ത് വരട്ടെ. ഫ്ലട്ടർ വന്നിട്ടില്ല. ഫ്ലട്ടർ അടിച്ചു നോക്കാം. ഫ്ലട്ടർ വന്നിട്ടുണ്ട്. ഫ്ലട്ടർ ക്ലിക്ക് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ചെയ്തത് ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ബ്രൗസ് ലാംഗ്വേജ് എന്നുള്ളൊരു എക്സ്റ്റൻഷൻ സാധനം ക്ലിക്ക് ചെയ്തത്. അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിനകത്ത് കുറച്ച് മെനൂസ് കാണാല്ലേ,
ഇവിടെ കാണുന്ന മെനൂസിനകത്ത് ഏറ്റവും അവസാനത്തെ, അതായത് എക്സ്റ്റൻഷൻ എന്നുള്ളൊരു ഐക്കൺ, ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സെർച്ച് വിൻഡോ വരും. അതിനകത്തുള്ള എല്ലാ മാച്ചുകളും നമ്മൾ റെക്കമെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് എല്ലാ മാച്ച് കളഞ്ഞിട്ട് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഫ്ലട്ടർ എന്ന് ടൈപ്പ് ചെയ്തു. ഫ്ലട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അത് സെർച്ച് ചെയ്തു. മാർക്കറ്റ് പ്ലേസിൽ പോയി സെർച്ച് ചെയ്തിട്ട് ഫ്ലട്ടറിന്റെ എക്സ്റ്റൻഷൻ, ഡാർട്ട് കോഡ് വെരിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ എടുത്തിട്ട് തോന്നും. അത് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫ്ലട്ടറിന്റെ വെരിഫൈഡ് ആണ്, അപ്പൊ അതുകൊണ്ട് നമുക്കിത് ട്രസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഡൗൺലോഡ് ആയി വരണം. ഫ്ലട്ടറിന്റെ ഒരു ബേസിക് പ്ലഗിൻ ആണ്. ആ പ്ലഗിൻ ഡൗൺലോഡ് ആയി കഴിഞ്ഞാലാണ് ബാക്കി കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്ലട്ടറിന്റെ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഡാർട്ടും ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ അത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഡാർട്ട് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരാറില്ല. ഇവിടെ വന്നിട്ടുണ്ട്, ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലട്ടർ വന്നു. ഇനി നമുക്ക് ഇവിടെ പോയിട്ട് വ്യൂ കമാൻഡ് പാലറ്റ്, ഇവിടെ ഫ്ലട്ടറിന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫ്ലട്ടറിന്റെ പ്രൊജക്ട് മീൻസ് ഫ്ലട്ടറിന്റെ ന്യൂ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഫ്ലട്ടറിന്റെ പ്ലഗിൻ മാത്രമേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിനകത്ത് ഫ്ലട്ടറിന്റെ SDK എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് റെഡി ആയിട്ടില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കമാൻഡ് പാലറ്റിൽ പോയിട്ട് ഫ്ലട്ടറിന് അടിച്ച് നോക്കാം. ദെൻ ഫ്ലട്ടർ ഡോക്ടർ ഉണ്ടോ, ഫ്ലട്ടർ SDK ഇവിടെ വന്നിട്ടില്ല. ഡൗൺലോഡ് ക്ലിക്ക് ലൊക്കേറ്റ് SDK, അങ്ങനെ നമുക്ക് ഓൾറെഡി SDK ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ഡൗൺലോഡ് SDK കൊടുത്തു കഴിഞ്ഞാലും ഡൗൺലോഡ് ആയി വരും. ഓക്കെ, PC അപ്രോച്ച് ക്ലിക്ക് ചെയ്യലാണ്. അതല്ലെങ്കിൽ നമുക്ക് നേരെ ഫ്ലട്ടറിന് നമ്മൾ ആദ്യം എടുത്ത് ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകാം. ഇതിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പാണ് കഴിഞ്ഞത്. കോൺഫിഗർ ടെക്സ്റ്റ് ഇതാണ് കഴിഞ്ഞത്. ഇൻസ്റ്റാൾ ചെയ്ത ഫ്ലട്ടർ SDK. അടുത്ത സ്റ്റെപ്പ് ഫ്ലട്ടർ SDK ഇൻസ്റ്റാൾ ചെയ്യലാണ്. VS കോഡിനകത്ത് യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂസ് VS code to install Flutter. To install Flutter using these instructions, verify that you have installed VS Code. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫ്ലട്ടർ എക്സ്റ്റൻഷൻ ഫോർ VS Code അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. prompt VS Code to install, launch VS Code, open command palette, control shift V, then type Flutter, select new project. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ ഇവിടെ പോയിട്ട് വ്യൂ കമാൻഡ് പാലറ്റ്, ഇവിടെ ഫ്ലട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലട്ടർ SDK വേണം. അപ്പൊ നമ്മൾ നേരത്തെ ഫ്ലട്ടർ ഡോക്ടർ ക്ലിക്ക് ചെയ്തു, അപ്പോൾ SDK കാണിക്കാൻ പറഞ്ഞ് പ്രോംപ്റ്റ് വന്നില്ലേ. ഇതുപോലെ ഫ്ലട്ടറിന്റെ ന്യൂ പ്രൊജക്ട് ക്ലിക്ക് ചെയ്താലും ഇവിടെ ഒരു ഡൗൺലോഡ് SDK വരും. ഈ ഡൗൺലോഡ് SDK ക്ലിക്ക് ചെയ്യാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് റൂമിനകത്ത് ആൻഡ്രോയിഡ് SDK പോലെ ഇവിടെ ഒരു ഫ്ലട്ടർ SDK ഇടാം. പാത്ത് പറഞ്ഞു കൊടുക്കാം. അവിടേക്ക് ഫ്ലട്ടറിന്റെ SDK ഫ്ലട്ടറിന്റെ ഒഫീഷ്യൽ റെപ്പോസിറ്ററി പോയിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ആയി വരും. ഡൗൺലോഡ് ആയി വന്നു നമുക്ക് ആ പാത്ത് എടുത്തു കഴിഞ്ഞാൽ കാണാം ആൻഡ്രോയിഡ് SDK പോലെ ഫ്ലട്ടർ SDK ഉണ്ട്. ഇവിടേക്ക് ഇത് ഫ്ലട്ടറിന്റെ ഗിറ്റ് റെപ്പോസിറ്ററിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വൺസ് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലട്ടറിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഫ്ലട്ടറിന്റെ റെപ്പോസിറ്ററി എന്ന് പറയുന്നത് ഈ റെപ്പോസിറ്ററി ആണ്. ഫ്ലട്ടറിന്റെ റെപ്പോസിറ്ററി ഇവിടെ നിന്നാണ് ഈ റെപ്പോസിറ്ററി റെപ്പോസിറ്ററിയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആയി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ VS Code വഴി. അത് കുറച്ച് സമയം എടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഈ അപ്രോച്ച് ഈസി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പറ്റും, അതായത് SDK ഡൗൺലോഡ് ചെയ്യാം. അതായത് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ കോഡ് ക്ലോൺ ചെയ്യുന്നതിന് പകരം ഡൗൺലോഡ് ആ സിപ്പ് കൊടുക്കാം. എന്നിട്ട് ആ സിപ്പ് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഫോൾഡറിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പെൻഡ്രൈവിലൊക്കെ ആക്കി ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന സിപ്പ് ഫയലിനെ എക്സ്ട്രാക്ട് ചെയ്യുക ഒരു ഫോൾഡർ ലൊക്കേഷൻ കൊണ്ടുവന്നിട്ട്, എന്നിട്ട് ആ ലൊക്കേഷന്റെ പാത്ത് VS Codeൽ പറഞ്ഞു കൊടുത്താലും മതി. ഈ ഡൗൺലോഡ് ചെയ്യാൻ അത്ര സമയം അപ്പോൾ നമുക്ക് പോകില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫ്ലട്ടർ SDK ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇനി അഗൈൻ ഇത് ഡൗൺലോഡ് വരാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ആയിട്ടുണ്ട് SDK. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ
ഫോൺസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഫ്ലട്ടർ ഡോക്ടർ ഓട്ടോമാറ്റിക്കലി ഒന്ന് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഫ്ലട്ടർ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലട്ടറിന്റെ എല്ലാ കമ്പോണൻസും പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ, ഡെവലപ്മെന്റ് സെറ്റ് ആകാൻ ചെക്ക് ചെയ്യുന്ന ഒരു ടൂളാണ്. ഫ്ലട്ടർ ചാനൽ സ്റ്റേബിൾ ചാനലാണ്. ബൈനറി സോണിയർ പാത്ത് ഈ ഒരു സാധനം പാത്തിലേക്ക് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പോയിട്ട് പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എൻവിറോൺമെന്റ് വേരിയബിളിലേക്ക് നമ്മൾ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് വെർഷൻ ഒക്കെയാണ്. ആൻഡ്രോയിഡ് ഫുൾ ചെയിൻ ഡെവലപ്പ് ഫോർ ആൻഡ്രോയിഡ് ഡിവൈസ് അൺഎബിൾ ടു ലൊക്കേറ്റ് ആൻഡ്രോയിഡ് എസ്ഡികെ. നമ്മൾ നേരത്തെ ഒരു ആൻഡ്രോയിഡിന്റെ എസ്ഡികെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായി, അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് കമാൻഡ് പിടിച്ചാൽ മതി. കമാൻഡ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസ്ഡികെയുടെ പാത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി നമ്മൾ ടെർമിനൽ എടുക്കാം. ഇതിനകത്ത് തന്നെ ഒരു ടെർമിനൽ ഉണ്ട്. ആ ടെർമിനൽ എടുത്തിട്ട് നമ്മൾ പാത്ത് കൊടുക്കാൻ is not recognized as the name of script. ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ടെർമിനലിൽ പോകാം. ഇപ്പോഴത്തെ വ്യൂവിനകത്ത് പോയിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്തു. ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആൻഡ്രോയിഡ് എസ്ഡികെയുടെ കമാൻഡ് കൊടുത്തു. നമ്മൾ എസ്ഡികെ എടുക്കുന്നത് ഡെവ് റൂമിനകത്ത് ആൻഡ്രോയിഡ് എസ്ഡികെ എന്നുള്ള ഫോൾഡറിലാണ്. ഇവിടെ ഈ ഫോൾഡറിന്റെ എടുത്ത് കൊടുക്കാം. അതാണ് ഒരു ഓപ്ഷൻ. അതിനുശേഷം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ID ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അഗൈൻ എൻവിറോൺമെന്റ് വേരിയബിളിൽ പോയിട്ട് ഗിറ്റ് പാത്തിനകത്തോട്ട് ആൻഡ്രോയിഡ് എസ്ഡികെയുടെ പാത്ത് ഇവിടെ ആഡ് കൊടുത്താലും മതി. ഇതാണ് ഈസി അപ്രോച്ച്. നിങ്ങൾക്ക് ഏതെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻഡ്രോയിഡ് എസ്ഡികെ ഫ്ലട്ടറിന്റെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ കമാൻഡ് ഒന്ന് അടിച്ചു നോക്കാം. ഇവിടെ അടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കമാൻഡ് പാലറ്റിൽ പോയിട്ട്
ഫ്ലട്ടർ ഡോക്ടർ അടിക്കാം. ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കമാൻഡ് ലൈൻ ടൂൾ കമ്പോണൻസ് ഇസ് മിസ്സിംഗ്. ഓക്കെ, അപ്പോൾ ഈ സാധനം നമ്മൾ നേരത്തെ ആൻഡ്രോയിഡിന്റെ SDK നമ്മൾ ആൻഡ്രോയിഡിന്റെ ഇതെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന്. അപ്പോൾ ഇത് അതിനുള്ളൊരു എക്സാമ്പിൾ ആണ്. ഫ്ലട്ടറിന് വേണ്ടിയിട്ട് കമാൻഡ് ലൈൻ CMD ലൈൻ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പാത്തും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പോവാം, സെറ്റിംഗ്സിൽ പോവാം, ദെൻ ആൻഡ്രോയിഡ് SDK വന്നു. അവിടെ വന്നതിന് ശേഷം SDK ടൂൾസിൽ പോയി. ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? CMD ലൈൻ ടൂൾസ്. CMD ലൈൻ ടൂൾ ഇവിടെ ഉണ്ടോ നോക്കാം. ടൂൾ ആൻഡ്രോയിഡ് SDK കമാൻഡ് ലൈൻ ടൂൾസ്, ഇതാണ് CMD ലൈൻ ടൂൾ. ഒന്നുകിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ അടിക്കാം. അതെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞിരിക്കുന്ന കമാൻഡ് അല്ലേ, പാത്ത് ടു SDK മാനേജർ ഇൻസ്റ്റാൾ കമാൻഡ് ലൈൻ ടൂൾ. ഈ ഒരു കമാൻഡ് ടെർമിനൽ അടിച്ചു കൊടുക്കുക. ഈ 2 വഴികളുണ്ട്. നമുക്ക് ഈസി അപ്രോച്ച് ഇതായതുകൊണ്ട് നമ്മൾ ടിക്ക് കൊടുത്തിട്ട് ഓക്കെ അടിച്ചു. 136 MB വേണം ഡൗൺലോഡ് ചെയ്യാനായിട്ട്. വർക്ക് കൊടുത്തു. അത് ഡൗൺലോഡ് കഴിയട്ടെ. അത് ഡൗൺലോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലട്ടർ ഡോക്ടർ അഗൈൻ അടിച്ച് നോക്കാം. അടിച്ച് നോക്കുമ്പോൾ ആ ഒരു ഇഷ്യൂ പോയിട്ടുണ്ടോ. ദെൻ അടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസുകളെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇതിന് ഏറ്റവും ബെറ്റർ അപ്രോച്ച് ഈ കമാൻഡിനെ ഓടിക്കണം. ഫ്ലട്ടർ ഡോക്ടർ ആൻഡ്രോയിഡ് ലൈസൻസ് നമ്മൾ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഈ കമാൻഡ് ജസ്റ്റ് ടെർമിനൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലട്ടർ ഡോക്ടർ ആൻഡ്രോയിഡ് ലൈസൻസസ് സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വന്നോളും. അവിടേക്കൊക്കെ പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്കെ കമാൻഡ് ലൈൻ ടൂൾസ് ഡൗൺലോഡ് കഴിഞ്ഞിട്ടുണ്ട്. ഫിനിഷ് ചെയ്യാം. അത് അവിടെ കഴിഞ്ഞു. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഫ്ലട്ടർ ഡോക്ടർ ആൻഡ്രോയിഡ് ലൈസൻസസ്. ഈ കമാൻഡ് അടിച്ചു കൊടുക്കാനാണ്. ഓക്കെ, ഇതെടുക്കാം. നമുക്കൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ ടെർമിനൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തേക്കണേ കമാൻഡ് അടിച്ചു കൊടുത്തു. കമാൻഡ് അടിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ആൻഡ്രോയിഡ് ലൈസൻസുകളുണ്ട്. ആ ലൈസൻസുകളെല്ലാം എടുത്തിട്ട് നമ്മൾ അക്സെപ്റ്റൻസ് കൊടുക്കണം. 5 of 6 പാക്കേജ് ലൈസൻസ് നോട്ട് അക്സെപ്റ്റ്. നമ്മൾ ജസ്റ്റ് 5 കൊടുത്ത് വിട്ടാൽ മതി. മീൻസ് ഈ ലൈസൻസുകളെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ചോദിക്കുന്നതാണ്. എല്ലാ ലൈസൻസും അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഓൾ SDK പാക്കേജസ് ലൈസൻസ് അപ്ഡേറ്റഡ്. അപ്പോൾ അതും ഓക്കെ ആയിട്ടുണ്ട്. അതായത് ഈ 2 കാര്യം നമ്മൾ ചെയ്തു ആൻഡ്രോയിഡ് റിലേറ്റഡ് ഉള്ളത്. BS കോഡ് ഇവിടെ ടിക്കാണ്. BS കോഡിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കണക്റ്റഡ് ഡിവൈസസ് 3 ഡിവൈസ് അവൈലബിൾ ആണ്. വിൻഡോസ്, ക്രോം, എഡ്ജ്, ദെൻ നെറ്റ്വർക്ക് റിസോഴ്സുകളെല്ലാം ഉണ്ട്. ബാക്കി ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് അഗൈൻ ഒന്ന് കൺഫേം ആക്കാനായിട്ട് ഇവിടെ വന്ന് ഇത് ഫില്ല് ചെയ്തിട്ട് അഗൈൻ ഒരു പുതിയ ടെർമിനൽ എടുക്കാം. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ഫ്രഷ്. ഡോക്ടർ അടിച്ചു നോക്കാം. അഗൈൻ ഓൾമോസ്റ്റ് എല്ലാം ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വിൻഡോസ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല. നമുക്ക് വെബ് ഡെവലപ്പ് ചെയ്യാം, ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാം. പക്ഷേ വിൻഡോസ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങൾ, അതായത് ഡെസ്ക്ടോപ്പ് ഡെവലപ്മെന്റ് വിത്ത് C++. നമ്മൾ ആൻഡ്രോയിഡ് SDK ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത പോലെ വിൻഡോസ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വരും. നമ്മൾ ഇനീഷ്യലി നമ്മൾ പറഞ്ഞില്ലേ iOS ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Xcode പോലത്തെ കുറച്ച് കാര്യങ്ങൾ വേണം. അതുപോലെ ഓരോ പ്ലാറ്റ്ഫോമിനും നമുക്ക് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാനുണ്ടോ. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഇപ്പം ഇല്ലാത്തത്. പക്ഷെ നമ്മളിപ്പോൾ അത് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്ത അഗെയിൻ ആൻഡ്രോയിഡിലേക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പുതിയ പ്രൊജക്ട് ഫിൽറ്ററിനകത്ത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫിൽറ്ററിനകത്ത് പോയി കമാൻഡ് പാലറ്റ് എടുത്തു, ഫ്ലട്ടർ ടൈപ്പ് ചെയ്തു, ഫ്ലട്ടർ ന്യൂ പ്രൊജക്ട് അത് ക്ലിക്ക് ചെയ്തു. ഏത് ടൈപ്പ് പ്രൊജക്റ്റ് ആണ് നമുക്ക് വേണ്ടത്? ആപ്ലിക്കേഷൻ ആണോ, എംപ്റ്റി ആപ്ലിക്കേഷൻ ആണോ, സ്കെലറ്റൺ ആപ്ലിക്കേഷൻ ആണോ? ഇതൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ബേസിക്കലി ആപ്ലിക്കേഷൻ പറഞ്ഞാൽ ഒരു ബേസിക് ആപ്ലിക്കേഷൻ ആയിരിക്കും. ഒരു കൗണ്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഹലോ വേൾഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ബേസിക് ആപ്ലിക്കേഷൻ ആയിരിക്കും
ആപ്ലിക്കേഷൻ അത് ഉണ്ടാവും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അഗെയിൻ നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ലൊക്കേഷൻ കൊടുക്കാം. ഇവിടെ ഒരു പ്രൊജക്ട്സ് എന്നുള്ളൊരു സാധനം കൊടുക്കാം. അതിനകത്ത് ഈ ഫോൾഡറിനകത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ആപ്ലിക്കേഷന്റെ പേര് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ 1 ആണോ അതോ ആപ്ലിക്കേഷൻ ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു എറർ വരുന്നുണ്ടോ? അതായത് ആപ്ലിക്കേഷന്റെ പേരെല്ലാം അല്ലെങ്കിൽ മൊഡ്യൂൾ നെയിം അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ പേര് നെയിമിംഗ് കൺവെൻഷൻ നമ്മൾ കീപ്പ് ചെയ്യണം. നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറയുന്നത് ഈ കേസിനകത്ത് എല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇപ്പോൾ കിട്ടുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കണം. ലെറ്റർ വേണമെങ്കിൽ അണ്ടർസ്കോർ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് സാമ്പിൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പേര് കൊടുക്കാം. എൻ്റർ അടിച്ചു. നമുക്ക് ട്രസ്റ്റ് ചെയ്ത് കൂടാം. ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്യാൻ നോക്കാം. ഓക്കെ, എന്തൊക്കെയോ കോഡ് വന്നിരുന്നു. കോഡൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. അതായത് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്തപ്പോൾ തന്നെ കുറേ കോഡ് തന്നെത്താൻ വന്നിട്ടുണ്ട് അല്ലേ? ആ കോഡ് എന്താണ് നമ്മൾ വായിച്ച് നോക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി മീനിങ് നോക്കൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് റൺ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ റൺ ചെയ്യാനായിട്ട് ഈ റൺ വിൻഡോ, അതായത് സൈഡിനകത്തുള്ള ഈ വിൻഡോ റൺ വിൻഡോയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തു. ദെൻ റൺ ആൻഡ് ഡീബഗ് ഇത് ക്ലിക്ക് ചെയ്തു. ഇത് എവിടെ റൺ ആവണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോം ഉണ്ട്, എഡ്ജ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് ഓഫ്ലൈൻ എമുലേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആൻഡ്രോയിഡ് എസ് ഡിയിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ റൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഒരു എമുലേറ്റർ റൺ ചെയ്ത് വിടാം, സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ഫിസിക്കൽ ഫോൺ പോലെ തന്നെയാണ്. മീൻസ് സിമുലേറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിനും ഒരു ടേൺ ഓഫ് ടേൺ ഓൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ടേൺ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾവേസ് ഒക്കെ നമ്മൾ ഫോൺ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുന്ന പോലെ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നമ്മളുടെ വി എസ് കോഡ് അല്ലെങ്കിൽ ഫ്ലട്ടറിനകത്ത് ചെയ്തിരിക്കുന്ന കോഡ് ഉണ്ടല്ലോ, അത് ആൻഡ്രോയിഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിൽ ഒരു APK പോലെയായിട്ട് കൺവേർട്ട് ആവും. അത് നമ്മൾ അറിയുന്നില്ല. ബിഹൈൻഡ് ദ ഹുഡ്സ് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എഴുതിച്ചിരിക്കുന്ന കോഡ് അല്ലെങ്കിൽ തന്നെത്താൻ ഓട്ടോമാറ്റിക്കലി ടെംപ്ലേറ്റ് പോലെ വന്നിരിക്കുന്ന കോഡ് ഒരു എന്താ പറയാ APK ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ നേരത്തെ കമാൻഡ് ലൈൻ ടൂൾസിന്റെ ഒരു ടൂൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തില്ലേ, ആ ടൂൾ വഴി മീൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ സപ്പോർട്ടിങ് ടൂൾസ് വഴി ADB ഒക്കെ പോലത്തെ ടൂൾസ് വഴി നമ്മുടെ ഈ കോഡിന്റെ കറസ്പോണ്ടിങ് APK ഒരു ADB ഇൻസ്റ്റാൾ എന്നുള്ള കമാൻഡ് ഓട്ടോമാറ്റിക്കലി ഓടിച്ചിട്ട് ഈ സിമുലേറ്ററിലേക്ക് ഇൻസ്റ്റാൾ ആവും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം അഗെയിൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള കമാൻഡ് ഓടിച്ചിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. ഇത്രയും കാര്യങ്ങളാണ് ഇന്റേണലി ഇവിടെ നടക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ബിൽഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലട്ടർ റണ്ണിങ് ഗ്രേഡിൽ ടാസ്ക് അസംബിൾ ബിൽഡ് അസംബിൾ ഡീബഗ്. അപ്പോൾ ഡീബഗ് വേരിയന്റിലുള്ള ഈ ആപ്ലിക്കേഷൻ റിലീസ് വേരിയന്റ് അല്ല, നമ്മൾക്ക് ജസ്റ്റ് റൺ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡീബഗ് വേരിയന്റിലുള്ള ഒരു ആപ്ലിക്കേഷൻ റണ്ണായി. എന്നിട്ട് ലോഞ്ചിങ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓൺ ഈ ഫോൺ. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കിവിടെ കമാൻഡും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന്റെ കമാൻഡ്സ് ഔട്ട്പുട്ട് കമാൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിപ്പോൾ റണ്ണായി വരണം. റണ്ണായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലട്ടർ ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് എല്ലാം ഓക്കെ എന്നാണ് എൻ്റെ അർത്ഥം, ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്തില്ല. എല്ലാവർക്കും ഏതൊരു ബേസിക് നോളജ് വെച്ചിട്ട് ആർക്കും അതിന്റെ ഡോക്യുമെന്റേഷൻ വായിച്ച് നോക്കി ഇൻസ്റ്റാൾ ചെയ്യാവുന്ന അത്ര സിമ്പിൾ ആണ് കാര്യങ്ങൾ. അതുകൊണ്ട് അഗൈൻ ഞാൻ പറഞ്ഞു, ഒരു വീഡിയോ മെറ്റീരിയലൊന്നും അല്ല, പക്ഷേ ഒരു കണ്ടന്റ് ഒന്നും അല്ല. എന്നാലും ഞാൻ ആദ്യമായിട്ട് മെഷീൻ സെറ്റ് ചെയ്തതിനു ശേഷം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്താലോ എന്ന് വിചാരിച്ച് അത് നിങ്ങളായിട്ട് എല്ലാവരും ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാനത് ഒരു കണ്ടന്റ് ആക്കി ഇടാൻ വിചാരിച്ചത്. ഇതുവരെ പക്ഷെ പ്രശ്നമൊന്നും പറ്റിയില്ല. നമുക്ക് നോക്കാം. ഇപ്പോ നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം ഇതൊക്കെ കുറേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാൾ ആയി വന്ന അവസാനം ബിൽഡായതിനു ശേഷം സിമുലേറ്ററിലേക്ക്
കണക്റ്റ് ആയി അത് റൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് അവിടെ ബൈ ഡിഫോൾട്ട് ടെംപ്ലേറ്റ് ആയിട്ട് കോഡ് വന്നത്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നല്ല, സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആണ്. അഗൈൻ നമ്മൾ ഇതിനകത്ത് കോഡും ചെയ്തിട്ടില്ല. അപ്പോൾ ബൈ ഡിഫോൾട്ട് വന്നിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണത്. അപ്പോൾ അതിനകത്ത് ചുമ്മാ നമ്മൾ റൺ ചെയ്ത് നോക്കിയുള്ളൂ. നമ്മുടെ ഫ്ലട്ടർ ഇൻസ്റ്റലേഷൻ പ്ലസ് ആൻഡ്രോയിഡ് SDK സെറ്റപ്പ് എല്ലാം പ്രോപ്പർ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് നടത്താം. ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബൈ.